അതിൻ്റെ തലയെല്ലാം കൂടെ കണ്ണിനകം എല്ലാം ചുഴഞ്ഞ് കളഞ്ഞിട്ട് അത് വെട്ടിക്കൊണ്ടിരിക്കുക. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ആയി കഴിഞ്ഞ് വന്ന് കുറച്ച് മീൻകറി വെക്കണം, കുറച്ച് കപ്പയും കഴിക്കണം. അപ്പോൾ അത് ഉച്ചയ്ക്ക് എഴുന്നേറ്റ് വരുമ്പോൾ കഴിക്കാമല്ലോ എന്നോർത്ത് ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയും വീടും ഒക്കെ മിസ്സാവുന്നുണ്ട്. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു പഴയ മീൻകറിയുടെ ഒരു കഥ ഞാൻ ഓർക്കുക. ഞാൻ ഹോസ്റ്റലിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് നാൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ച്, പിന്നെ നഴ്സിംഗ് പഠിച്ചപ്പോൾ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കല്യാണമൊക്കെ ആയി കഴിഞ്ഞപ്പം ആ വീട്ടിലെ അമ്മച്ചിയോട് പറഞ്ഞിരുന്നു എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ മീൻകറി വെച്ചപ്പം എനിക്ക് എങ്ങനെ ഉണ്ടാക്കണം അതിൽ ഞാൻ ലാൻഡ് ഫോൺ വിളിച്ച് എൻ്റെ വീട്ടിലോട്ട് വിളിച്ച് ചോദിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അമ്മ പറഞ്ഞു തന്നതനുസരിച്ച് എല്ലാം ചെയ്തു. പക്ഷേ മീൻകറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഭയങ്കരമായിട്ട് ഉപ്പ് കൂടി കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ചെയ്യണം തരത്തില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എന്ത് ചെയ്തു, വെള്ളം ഒഴിക്കുമ്പം വീണ്ടും വെള്ളം ഒഴിക്കുമ്പോഴത്തേന് വീണ്ടും അത് കുറുകി വരുമ്പോൾ വീണ്ടും ആ ഉപ്പ് തന്നെയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അമ്മ വെള്ളം, അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞൊരു കിഴങ്ങ് അതിനകത്തിട്, അപ്പോൾ പിന്നെ ആ ഉപ്പങ്ങ് മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളങ്ങനെ ചെയ്തു. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നഴ്സിംഗ് പഠിച്ച എൻ്റെ കുറേ കൂട്ടുകാരൊക്കെ എൻ്റെ അനിയത്തി പഠിക്കുന്ന സിസ്റ്റേഴ്സാണ്. അവരൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അനിയത്തി നഴ്സിംഗ് പഠിക്കുന്നത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പം ഈ ന്യൂസ് അവരെല്ലാവരും അറിഞ്ഞു. ചെന്നപ്പോഴേ അവരെല്ലാവരും ചോദിച്ചു കുറച്ച് മീൻകറി തരാമെന്ന്. പിന്നെ ഞാൻ തീരുമാനിച്ചു എനിക്കിത് പഠിക്കണം. പക്ഷേ എനിക്കിതൊക്കെ ആദ്യം ഒരു ബർഡനായിരുന്നു മീൻകറി വയ്ക്കുന്നതൊക്കെ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫ് മീൻകറി വെക്കും. അപ്പം ഞാൻ പുള്ളിക്കാരിനെ ഒരുപാട് ആശ്രയിക്കും. പുള്ളിക്കാരത്തെ എപ്പോഴും പറയുമ്പോൾ എന്ത് ചെയ്ത് പഠിക്കുന്നു. അപ്പം ഞാൻ മീനെല്ലാം വെട്ടി കഴുകിയൊക്കെ കൊണ്ട് കൊടുക്കും. പക്ഷെ എനിക്ക് വെക്കാൻ അറിയത്തില്ല. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. മീൻകറി എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് ഫുഡാണ്, കിച്ചൺ എന്ന് പറയുമ്പോഴേ എനിക്ക് ടെൻഷനായിരുന്നു. പക്ഷേ ഇന്നെനിക്കിപ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. ഇത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മീൻകറിയൊക്കെ വെക്കാനായിട്ട് എനിക്കറിയാം. പിന്നെ എൻ്റെ ഒരു രസകരമായ ഒരു അനുഭവം എന്നാന്ന് ചോദിച്ചാൽ, കുറേ മീനിൻ്റെ കഥകളൊക്കെ എനിക്കുണ്ട്. എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീനിൻ്റെ കഥകളൊക്കെ എനിക്കുണ്ട്. ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ ചെറിയ തോടുകളുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് തന്നെത്താനെ ഈ ചൂണ്ടയിട്ടിട്ട് മീനെ പിടിച്ചിട്ട്, കല്ലേമിട്ടി മീനൊക്കെ ഇല്ലേ, അതിനെയൊക്കെ പിടിച്ച് ഞാൻ തന്നെത്താനെ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട് അന്ന്. കാരണം എന്തോ ടേസ്റ്റ് എന്ന് അറിയത്തില്ല, ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ എനിക്കതുപോലെ തന്നെ ഈ തവളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും ഇഷ്ടമാണ് അത്. അപ്പോൾ ഈ മീൻ പിന്നെ ഒരു പ്രാവശ്യമാണെങ്കിൽ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു മീനൊക്കെ വെട്ടിപ്പിടിക്കണമെന്ന്. നമ്മുടെ ഈ പാമ്പാടേന്ന് പറയുന്നത്, അതായത് ചുണ്ണാമ്പുവാള എന്നൊക്കെ പറയുന്നത്, അതിനെ വെട്ടാൻ തന്നു. ഞാൻ അതിൻ്റെ തലയെല്ലാം കൂടെ കണ്ണിനകം എല്ലാം ചുഴഞ്ഞ് കളഞ്ഞിട്ട് അത് വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് എനിക്ക് കണ്ടിട്ട് പേടി വന്നിട്ട് പോയി. ഞാൻ ആ മീനെ എല്ലാം ഇട്ടിട്ട് ഓടി അലറിക്കൊണ്ട് വീടിനകത്ത് കയറിപ്പോയി. പിന്നെ ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ കഴുകാൻ പോയിട്ട് ഞാൻ ചെയ്തതാണ് സോപ്പിട്ട് മീൻ കഴുകി. മത്തി സോപ്പിട്ട് കഴുകി. അപ്പം നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഇതുപോലെ കുറേ രസകരമായ കഥകൾ കാണുമല്ലോ. പക്ഷെ അതുകൊണ്ട് എനിക്കിതൊക്കെ വന്നതുകൊണ്ട് എനിക്ക് 2 പെൺപിള്ളേരുണ്ട്. 2 പെൺപിള്ളേരെ ഞാൻ മീൻകറി വെക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മീൻകറി വെക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എനിക്കൊരു ടെൻഷനും ഇല്ല. ഇതിപ്പോൾ പെട്ടെന്ന് ഇപ്പം തന്നെ ഞാൻ അരിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ മീൻകറി വെക്കും, എന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. എല്ലാവർക്കും ബോറായോ? എന്നെ സഹിച്ചതിന് സോറി. Thank you so much for all watching my video.